വളരെ നല്ലൊരു വാക്ക് അർജുനനെ, നല്ലൊരു ശബ്ദം ഉപയോഗിക്കുകയാണ് വളരെ മനോഹരമായിട്ട്. ഹേ താത, അല്ലയോ കുട്ടി, കല്യാണകൃത് കശ്ചിത് ദുർഗതിം ന ഗച്ഛതി. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവന് എന്നല്ല. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും മംഗളകരമായത് എന്നാണ്. അതുകൊണ്ട് ഭാഷാപരമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ദോഷവും കൂടെ ഉണ്ട്. എന്താണ്? എൻ്റെ മംഗളകരമായിട്ടുള്ളതെല്ലാം കഴിഞ്ഞു എന്നാണ്. അങ്ങനെ കണക്കാക്കേണ്ട. അത് ഭാഷാപരമായിട്ട് നമ്മളിപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളകരമായത്. ഇവിടെ ആ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് അതിനും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ആ ഒരു വിശേഷപ്പെട്ട ദിവസത്തിനെ കല്യാണം എന്ന് പറയുന്നത്. കല്യാണകൃത്, ആ കല്യാണകൃത് ശുഭകർമ്മം, സത്കർമ്മം, മംഗളകർമ്മം ചെയ്യുന്ന ഒരുവന്, കല്യാണകൃത് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ കല്യാണം ചെയ്യുന്ന അവനെ സംബന്ധിച്ച് കല്യാണം കരോതി ഇതി എന്ന, മംഗളകരം ആയിട്ടുള്ളത് യഹ കരോതി, ആരാണോ ചെയ്യുന്നത്, സ കല്യാണകൃത്, അവൻ കല്യാണം ചെയ്യുന്നവനാണ്. അല്ലാതെ ബ്രോക്കർ എന്നല്ല. ബ്രോക്കർക്കും വേണമെങ്കിൽ കല്യാണകൃത് എന്നൊക്കെ പറയാം. കാരണം അയാൾ കല്യാണം ശരിയാക്കി കൊടുക്കുന്ന ആളാണ്. അയാളെ ഞാൻ ഇനി കാണട്ടെ എന്ന് ചിലർ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ അത് ഇയാളാണെന്ന്. അതൊക്കെ തമാശയാണ് കേട്ടോ. അപ്പം ഹേ താത, അല്ലയോ മോനെ, കുട്ടി, കല്യാണകൃത് കശ്ചിത് ദുർഗതിം ന ഗച്ഛതി. അതുകൊണ്ട് ഇത് തുടങ്ങി വെച്ചവനെ സംബന്ധിച്ച്